പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ട് ഇരിക്കുകയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുകയെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഞാൻ ടിമൂന്ന് ഓൺലൈനായിട്ട് കുറച്ച് സാധനങ്ങൾ മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നിങ്ങളെയും കൂടെ കാണിക്കാമെന്ന് കരുതി. കുറച്ചൊന്നും അല്ല കേട്ടോ, അത്യാവശ്യം കുറച്ച് കൂടുതൽ തന്നെ സാധനങ്ങൾ മേടിച്ചിട്ടുണ്ട്. കണ്ടില്ലേ, ഒരു വലിയൊരു ചാക്കാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ടിമൂന്ന് മേടിക്കുമ്പോൾ കുറച്ച് നമുക്ക് ലാഭമായിട്ടൊക്കെ കിട്ടും. വലിയ പ്രൈസിനുള്ള സാധനങ്ങളും ഉണ്ട്, ചീപ്പായിട്ടുള്ളതും ഉണ്ട്. ടിമുവിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിലെപ്പോഴും ഓഫർ കാണും കേട്ടോ. പല രീതിയിലുള്ള ഓഫേഴ്സ് കാണും. നമുക്കത് വേണമെങ്കിൽ അക്സെപ്റ്റ് ചെയ്യാം. ചിലപ്പോൾ അല്ലാതെ തന്നെ ഡിസ്കൗണ്ടിൽ കിട്ടും, അതെടുത്താലും മതി. പിന്നെ ആദ്യം നമ്മൾ കാർട്ടിൽ കുറച്ച് ഇഷ്ടപ്പെടുന്നതൊക്കെ ഇടും, പിന്നെ ആവശ്യം എന്നുള്ളത് നോക്കി മേടിക്കാം. പിന്നെ ടിമുവിൽ നിറയെ ക്യൂട്ടായിട്ടുള്ള നിറയെ സാധനങ്ങളുണ്ട് കേട്ടോ. പക്ഷെ അതൊക്കെ നമുക്ക് അത്യാവശ്യമുള്ള സാധനങ്ങളുമായിരിക്കും. അപ്പോൾ ഈ കാണുന്നത് ഒരു ജ്വല്ലറി ബോക്സാണ്. അപ്പം ഞാൻ സാധാരണ ജ്വല്ലറി ഇവിടെ അധികം സൂക്ഷിച്ചിട്ടില്ല. ഉള്ളതൊക്കെ ഞാൻ ഓരോ പേഴ്സിൽ അതിൻ്റെ തപ്പയിലൊക്കെ ആയിരുന്നു. അപ്പോൾ ഇത് മേടിച്ച വലിയ യൂസ്ഫുള്ളായി. അതിനൊരു ചെറിയൊരു കീയും ഉണ്ട് കേട്ടോ, അത് പൂട്ടാനായിട്ട്. അപ്പോൾ 2 റാക്കായിട്ടാണ് ഇത് വരുന്നത്. നമുക്ക് താഴത്തേൽ വളയൊക്കെ ഇടാം, മുകളിലത്തേൽ നമുക്ക് കമ്മലോ വാച്ചോ അങ്ങനെയൊക്കെ ഇടാം. അപ്പോൾ കണ്ടില്ലേ, ഞാൻ ഓരോ ബോക്സിലായിട്ടിരുന്ന് എല്ലാം കൂടെ ചേർത്ത് ഇപ്പോൾ ഈ ജ്വല്ലറി ബോക്സിലോട്ട് ആക്കുവാണ്. ഈ ഒരു കളർ മാത്രമല്ല കേട്ടോ, ഞാനിപ്പോൾ ബ്ലാക്ക് ചൂസ് ചെയ്യുന്നേ ഉള്ളൂ. വേറെയും കളേഴ്സും ഉണ്ട്, വേറെ മോഡലിലും ഉണ്ട്. അതായത് നമുക്ക് ഡ്രോയർ ടൈപ്പ് വലിച്ച് ഇങ്ങോട്ട് ഫ്രണ്ടിലോട്ട് നീക്കിയിട്ട് നമുക്ക് ഓർഗനൈസ് ചെയ്യാം. 3 ടയറായിട്ടുള്ളതുണ്ട്, 3 റാക്കായിട്ടുള്ളതുണ്ട്, അങ്ങനെ പല റാക്കുണ്ട്. അപ്പോൾ ഈ റാക്സ് ആണെങ്കിൽ പോലും നമുക്ക് മാറ്റിയും മറിച്ചൊക്കെ വയ്ക്കാം, അങ്ങനെയും ചെയ്യാം. ഈ കാണുന്നത് ഒരു ചെറിയ ജ്വല്ലറി ബോക്സാണ് കേട്ടോ. അതായത് നമുക്കിപ്പോൾ ട്രാവലിങ്ങൊക്കെ പോകുമ്പോൾ നമ്മുടെ ഹാൻഡ് ബാഗിൽ ഇടാൻ അത്യാവശ്യം വേണ്ട 2 സ്റ്റഡോ ഒരു ഇയറിങ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ എടുക്കാൻ പറ്റിയ ഒരു ചെറിയ ജ്വല്ലറി ബോക്സാണ്. ഇത് തന്നെ ഇഷ്ടം പോലെ വെറൈറ്റീസിലുണ്ട് കേട്ടോ. ഞാൻ പിന്നെ ഇങ്ങനൊരു ഡിസൈനുള്ള എടുത്തുന്നുള്ളൂ, വേറെ ഡിസൈനുള്ളതുണ്ട്, പ്ലെയിൻ ആയിട്ടുള്ള കളേഴ്സിലുള്ളതും ഉണ്ട്. ഇനി ഇതെന്താണെന്നല്ലേ, ഇതൊരു കോസ്മെറ്റിക് ബാഗാണ് കേട്ടോ. അതായത് മേക്കപ്പ് പ്രോഡക്റ്റ്സ് ഒക്കെ നമുക്കിതിൽ സൂക്ഷിക്കാം. ഇത് നമുക്ക് ട്രാവലിന് കൊണ്ടുപോകാൻ പറ്റിയതാണ്. അപ്പോൾ ഞാൻ ഇതുപോലെ ഒരു പേഴ്സിലാണ് നേരത്തെ വെച്ചിരുന്നത്. അപ്പോൾ എനിക്ക് വലിയ കോസ്മെറ്റിക് സാധനങ്ങളൊന്നും ഇല്ല, പക്ഷേ കയ്യിലുള്ളതെല്ലാം ഞാൻ പറക്കിയിട്ടുണ്ട് കേട്ടോ. കാരണം നിങ്ങൾക്ക് കാണിച്ചു തരാനാണ്. ഇതെല്ലാം ഇതിനകത്ത് കൊള്ളും. കാണുമ്പോൾ ചെറിയ ബാഗാന്ന് തോന്നുമെങ്കിൽ എല്ലാം കൊള്ളും, പക്ഷെ നമുക്ക് ആവശ്യാനുസരണം കുറച്ച് സാധനങ്ങൾ എടുത്താലും മതി. അപ്പം കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ഞാൻ എല്ലാം ഇപ്പം കയറ്റുവാണ് കേട്ടോ. ഇതിൻ്റെ പ്രത്യേകത ഓരോന്ന് വെക്കാനും അതിൻ്റേതായ റാക്സ് ഉണ്ട്. അപ്പോൾ നമുക്ക് എടുക്കാനൊക്കെ എളുപ്പമാണ്. നേരത്തെ പേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം കൂടെ നമ്മൾ ഒരുമിച്ചിടണം. അപ്പോൾ ഇതുണ്ടല്ലോ, ഓരോ റാക്കിൽ വെക്കുമ്പോൾ നമുക്ക് എടുക്കാൻ നല്ല ഈസിയാണ്. അപ്പോൾ എല്ലാം കൂടെ വെച്ച് നമുക്ക് അടയ്ക്കാൻ പറ്റും. അപ്പോൾ ഇച്ചിരി ബൾജ് ചെയ്തിരിക്കും എന്നുള്ളതേ ഉള്ളൂ. അല്ല, നമുക്കിപ്പോൾ കുറച്ച് സാധനങ്ങൾ മതി എന്നുണ്ടെങ്കിൽ ഹാൻഡ് ബാഗിൽ കൊണ്ടുപോകാനായിട്ട് മിനിമം സാധനങ്ങൾ വെച്ച് കൊണ്ടുപോകാം. കണ്ടില്ലേ, ഇപ്പം ഞാൻ കുറേ സാധനങ്ങൾ മാറ്റിയിട്ടുണ്ട്. അത്യാവശ്യം വേണ്ടത് മാത്രം വെച്ചാൽ നമുക്ക് ആ ജ്വല്ലറി ബോക്സും ഈ കോസ്മെറ്റിക് ബാഗ് നമുക്ക് ട്രാവൽ ചെയ്യുമ്പോൾ കൊണ്ടുപോകാൻ എളുപ്പമാണ്. ഞാൻ ഒരു കൊട്ടയൊക്കെ പിടിച്ച് നിൽപ്പുണ്ട് കേട്ടോ. അതിനകത്ത് കുറേ സാധനങ്ങളാണ് മേടിച്ചത്. അതെല്ലാം കുറേ കുട്ടി സാധനങ്ങളാണ്, കാണിച്ചു തരാം. ഈ ഒരു സ്ട്രോ സെറ്റാണ്. അപ്പം ഞാൻ കുറേ നാളെ വിചാരിക്കുന്നു സ്റ്റീലിൻ്റെ സ്ട്രോയുടെ സെറ്റ് മേടിക്കണം. ഈ പ്ലാസ്റ്റിക് സ്ട്രോ ഒക്കെ നമുക്ക് അവോയ്ഡ് ചെയ്യാമല്ലോ. അപ്പോൾ അതിൻ്റെ കൂടെ ഒരു ക്ലീൻ ചെയ്യാൻ ഒരു ബ്രഷും ഉണ്ട് കേട്ടോ. അപ്പം തന്നെ ഞാൻ പോയി ഒരു ജ്യൂസൊക്കെ ഉണ്ടാക്കി അത് യൂസ് ചെയ്തേ അടങ്ങുന്നതായി. പിന്നെ വീഡിയോ ഷൂട്ട് ചെയ്ത് ക്ഷീണിച്ചല്ലോ, അങ്ങനെ ആ ഒരു ജ്യൂസൊക്കെ കുടിച്ച് അതൊരു സാറ്റിസ്ഫാക്ഷൻ തന്നെ കേട്ടോ. സ്റ്റീലിൻ്റെ സ്ട്രോ വാങ്ങാത്തവരുണ്ടെങ്കിൽ ഒന്ന് വാങ്ങി നോക്കണേ. അടുത്ത ഐറ്റം ഒരു പൊളി ഐറ്റമാണ് കേട്ടോ. കാണാൻ ചെറുതാണെങ്കിൽ ആളൊരു പുലിയാണ്. നോക്കിക്കേ, നിങ്ങൾക്ക് ഊഹിക്കാമോ ഇതെന്തിനാണെന്ന്? നമ്മൾ ഈ ഫണൽ എന്ന് പറയും. അതായത് നമുക്ക് എണ്ണയൊക്കെ ഒഴിക്കാൻ എനിക്ക് ആ ഒരു ചെറിയ സാധനമുണ്ട്. പക്ഷെ നമുക്ക് അരിയോ ഉഴുന്ന് പയറ് പരിപ്പൊക്കെ എടുത്ത് തട്ടുമ്പോൾ എല്ലാം 4 പാടും ചെതറിപ്പോവും. അത് തട്ടാനായിട്ട് മേടിച്ചതാണ് ഈ സാധനം. പ്ലാസ്റ്റിക് ആണ്, പക്ഷെ കുഴപ്പമില്ല. അപ്പം എൻ്റെ പഞ്ചസാര തീർന്നിരിക്കുമായിരുന്നു, അതൊന്ന് തട്ടാമെന്ന് വിചാരിച്ചു. ഇത് നമുക്ക് സ്റ്റൗവൊക്കെ ക്ലീൻ ചെയ്യാൻ പറ്റിയ സാധനമാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു പാക്കിനകത്ത് 3 ബ്രഷും 2 സ്ക്രേപ്പ് ചെയ്യുന്ന സാധനവും വരുന്നുണ്ട്. അപ്പോൾ സ്ക്രേപ്പർ ഇല്ലാതെ ബ്രഷ് മാത്രമുള്ള സെറ്റും ഉണ്ട്. ഞാനിത് ചൂസ് ചെയ്തതേ ഉള്ളൂ. അപ്പോൾ എന്തായാലും എൻ്റെ സ്റ്റൗ നല്ല വൃത്തിയായിട്ട് കിടപ്പുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അതൊന്ന് ക്ലീൻ ചെയ്യാമെന്ന് കരുതി ആദ്യം അതിൻ്റെ ക്ലീനർ വെച്ചൊന്ന് സ്പ്രേ ചെയ്തു, പിന്നെ വെള്ളം സ്പ്രേ ചെയ്തു, പിന്നെ ജസ്റ്റ് ഒന്ന് ഓട്ടിച്ചൊന്ന് അതിനൊന്ന് സ്ക്രബ് ചെയ്ത് കൊടുത്തു. അപ്പോൾ ആ അഴുക്കൊക്കെ ഒന്ന് അലിഞ്ഞിരിക്കും.
എന്നിട്ട് ഈ നമ്മുടെ സ്ക്രേപ്പർ വെച്ച് ജസ്റ്റ് ഒന്ന് അതിനൊന്ന് പിടിച്ചാൽ മതി, അഴുക്കിങ്ങി പോരും. എന്നിട്ട് അത് ടിഷ്യൂ വെച്ചങ്ങ് എടുത്താൽ മതി. നല്ല ഈസിയാണ്. അപ്പോൾ ഇത്രയും നാൾ ഞാൻ എന്ത് കഷ്ടപ്പെട്ടാണ് ഇളക്കിയത് ഇപ്പോഴാണ് ഞാൻ ആലോചിക്കുന്നത്. അപ്പോൾ ഈ സാധനം വന്നേ പിന്നെ ഇനി നല്ല ഈസിയാണ് സ്റ്റൗ ക്ലീൻ ചെയ്യാൻ. പിന്നെ അതിൻ്റെ കൂടെ 2-3 ബ്രഷ് ഉണ്ടല്ലോ, ആ ബ്രഷ് വെച്ച് നമുക്ക് ബേണറിൻ്റെ ചുറ്റുമുള്ള അഴുക്കൊക്കെ എടുക്കാൻ നല്ല ഈസിയാണ്. അല്ലെങ്കിൽ നമുക്കത് പാടാണല്ലോ. അപ്പോൾ അത് നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള സാധനം കേട്ടോ. എന്നിട്ട് ലാസ്റ്റ് ജസ്റ്റ് ഒന്ന് ടിഷ്യൂ വെച്ച് തുടച്ചിട്ട് തുണിയും കൂടെ വെച്ച് തുടച്ച് കഴിഞ്ഞാൽ സ്റ്റൗ ക്ലീൻ. അടുത്തതൊരു അടിപൊളി ഐറ്റം കേട്ടോ. എന്തുകൊണ്ട് ഞാനിത് നേരത്തെ മേടിച്ചില്ല എന്നായിരുന്നു. ഇത് നമ്മുടെ ഒരു ഓയിൽ പോട്ടിലാണ്. അതായത് നമുക്ക് ദോശയ്ക്കും ചപ്പാത്തിക്കും ഒക്കെ എണ്ണ പുരട്ടാനൊക്കെ ഈസിയാണ്. അതിന് വേണ്ടിയിട്ടുള്ള അതിനകത്തൊരു ബ്രഷുണ്ട്. ബ്രഷ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാനും പറ്റും, മുകളിലോട്ട് താഴ്ത്താനും ഇറക്കാനും പറ്റും. അപ്പം ഒരു ഓയിൽ മുട്ടി നിൽക്കും, പൊക്കി കഴിഞ്ഞ് മുകളിലോട്ടായി നിൽക്കും. അപ്പോൾ ആദ്യം അത് നല്ലോണം വാഷ് ചെയ്ത് ഡ്രൈ ആക്കിയതിന് ശേഷം അതിൽ എണ്ണ ഒഴിച്ച് വെക്കാൻ പോവാണ് കേട്ടോ. ഇതിലെനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഇതൊരു ഗ്ലാസ് കണ്ടെയ്നറാണ്, പ്ലാസ്റ്റിക് അല്ല. പിന്നെ ഇതിൻ്റെ കളറ്, പിന്നെ ഇതിൽ നമുക്ക് പൊക്കാനും താഴ്ത്താനും പറ്റും. നല്ല യൂസ്ഫുൾ അല്ലേ. ഇതിന് മുന്നേ ഞാൻ എണ്ണ പുരട്ടാൻ യൂസ് ചെയ്തിരുന്ന കാണിച്ചു തരാവേ. ഇതായിരുന്നു പഴയ സാധനം. ഇപ്പം പുതിയ സാധനം വന്നേ പിന്നെ ലുക്ക് തന്നെ മാറിയില്ലേ. എൻ്റെ ഫോണിൻ്റെ കവറൊന്ന് മാറ്റാൻ തീരുമാനിച്ചു. ഇപ്പോൾ ഉള്ളത് എൻ്റെ ഒരു ബ്ലൂ കവറാണ്. തീരെ പ്ലെയിൻ ആയി പോയില്ലേ എന്നൊരു തോന്നൽ. അപ്പോഴേ ടിമുവിൽ കിടപ്പുണ്ട് നല്ല ഡിസൈനുള്ള വെറൈറ്റി കവേഴ്സ്. അപ്പം ഞാൻ ഒരു ബ്ലാക്ക് ആക്കാമെന്ന് വിചാരിച്ചു. പക്ഷേ എനിക്ക് ഒത്തിരി ഡിസൈൻ ഉള്ളതും ഇഷ്ടമല്ല. ഒരു സിമ്പിൾ ഡിസൈനായിട്ടുള്ളത് കിട്ടുകയും ചെയ്തു. ഇതിൻ്റെ വൈറ്റും ഉണ്ട് കേട്ടോ. പിന്നെ ഒത്തിരി ഡിസൈൻസ് ഉള്ളതുകൊണ്ട് ഞാനിതാണ് ഓപ്റ്റ് ചെയ്തത്. ക്യൂട്ടല്ലേ. അപ്പോൾ ഇതിട്ട് കഴിഞ്ഞ് പിന്നെ എൻ്റെ ഫോൺ കൊണ്ട് നടക്കാൻ തന്നെ ഭയങ്കര ക്യൂട്ടും കയ്യിൽ നല്ല കോമ്പാക്റ്റ് ആയിട്ടായിരിക്കുന്നത്. ഞാൻ ആദ്യം കാണിച്ച കുട്ടി ഓർക്കുന്നു. ഈ കുട്ടിക്കകത്താണ് കേട്ടോ കുറേ സാധനങ്ങൾ അവർ ഇട്ട് വെച്ചിരുന്നത്. ഇത് ഞാനൊരു പ്ലാന്റർ മേടിച്ചതാണ് ചെടികൾ വെക്കാനായിട്ട്. അപ്പോൾ എനിക്കൊരു പ്ലാസ്റ്റിക് പാം ചെടിയുണ്ട്, അത് വെക്കാനായിട്ട് ഒരു വലിയ ഇതുപോലൊരു കുട്ട വേണമായിരുന്നു. അപ്പോൾ എവിടെ നോക്കിയാലും ഭയങ്കര റേറ്റാണ്. അപ്പോൾ ഇവിടെ നോക്കിയപ്പോൾ നല്ല ലാഭത്തിന് കിട്ടി, നല്ല ചീപ്പ് പ്രൈസിന് കിട്ടി. പിന്നെ ഒന്നും നോക്കിയില്ല, അത് മേടിച്ചു. അല്ലെങ്കിൽ എനിക്ക് ഇങ്ങനത്തെ സാധനങ്ങളോടൊക്കെ ഒരു ക്രേസാണ്, ഈ ജൂട്ടായിട്ടുള്ള സാധനങ്ങൾ. അപ്പോൾ പാം ഇരുന്ന ഓൾറെഡി ഇരുന്ന സാധനം ഞാൻ മാറ്റി വേറൊരു ചട്ടി വെച്ചു. ഇപ്പോൾ കണ്ടോ, അടിപൊളിയല്ലേ. പാം ആദ്യം ഇരുന്ന ആ ചെറിയ ജൂട്ട് ബാസ്ക്കറ്റ് ഉണ്ടല്ലോ, അത് ഞാൻ എൻ്റെ ഒരു മണി പ്ലാന്റും കയറ്റി. ഇപ്പം നല്ല ക്യൂട്ടായില്ലേ. അടുത്ത് ഞാൻ മേടിച്ചത് എപ്പോഴും മേടിക്കണമെന്ന് കരുതുന്നൊരു സാധനമാണ് സിങ്ക് ഓർഗനൈസർ. അതിൻ്റെ ഇടയിൽ ഞാൻ എല്ലാം വലിച്ചു വാരി ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പം ഹാർപ്പിക്കും ക്ലീനേഴ്സും മൾട്ടിപ്പർപ്പസ് ക്ലീനേഴ്സും സർഫും എല്ലാം വെക്കാനായിട്ടൊരു ഓർഗനൈസർ വേണമായിരുന്നു. അപ്പോൾ ഇത് ശരിക്കും പ്ലാസ്റ്റിക്കാണ്, മെറ്റലല്ല. അതുകൊണ്ട് ചിന്ന ചീപ്പ് റേറ്റ് ആയിരുന്നു. അപ്പോൾ അതിൽ തന്നെ ഉണ്ട് എങ്ങനെ അസംബിൾ ചെയ്യണമെന്നൊക്കെ, അതനുസരിച്ച് വെച്ചു. അപ്പോൾ കുറച്ച് കിടുക്കൊക്കെ ഉണ്ട് കേട്ടോ, പ്ലാസ്റ്റിക് ആണല്ലോ. അപ്പോൾ അതനുസരിച്ച് നമ്മൾ സൂക്ഷിച്ച് വേണം കൈകാര്യം ചെയ്യാനായിട്ട്. ഇത് മാത്രമല്ല, നമുക്ക് എന്ത് സ്റ്റോർ ചെയ്യാനായിട്ട് നമുക്കിത് യൂസ് ചെയ്യാം. അങ്ങനെ യൂസ്ഫുൾ ആയിട്ടൊരു സാധനം തന്നെയാണ്. അടുത്ത എയർ ഫ്രയർ ഉള്ളവർക്ക് ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ളൊരു സാധനമായിട്ടോ. ഞാൻ അതിനകത്ത് പലതും ഫ്രൈ ചെയ്യാറുണ്ട്, ചൂടാക്കാറുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം പപ്സ് ചൂടാക്കിയതിൻ്റെ അവസ്ഥയാണ് കേട്ടോ ഇത്. അപ്പം ഈ നമ്മൾ എന്തെങ്കിലുമൊക്കെ ചൂടാക്കുമ്പോൾ അതിൻ്റെ എണ്ണയൊക്കെ പോയി താഴെ പോയി കിടക്കും. പിന്നെ അത് ക്ലീൻ ചെയ്യണത് ഭയങ്കര മടിയുള്ള പരിപാടിയാണ്. ക്ലീൻ ചെയ്യുമ്പോൾ അത് നേരെ ഇളകി വരുത്ത പോലും ഇല്ല. അപ്പം അതിനകത്തൊരു ലൈനറാണ് ഞാൻ മേടിച്ചത്. അതിൻ്റെ പല കളേഴ്സുണ്ട്, ഗ്രേ കളറൊക്കെ ഉണ്ട്. ഞാൻ ബ്ലാക്ക് ചൂസ് ചെയ്തു. അത് ഞാനിപ്പം ഞാൻ ഇട്ട് കാണിച്ചത്. അതിൻ്റെ സൈസൊക്കെ അതിൽ തന്നെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. സൈസ് നോക്കി മേടിച്ചാൽ മതി. അപ്പോൾ ഇത്രയാണ് ഞാൻ ടിമുന്ന് മേടിച്ച സാധനങ്ങൾ. എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ടിമു ആപ്പ് ഇല്ലാത്തവർക്ക് ആമസോണിൽ ഇപ്പോൾ ഇതെല്ലാം ലഭ്യമാണ്. ഇതെല്ലാം നമുക്ക് കിച്ചണിൽ യൂസ്ഫുൾ ആയിട്ടുള്ള സാധനങ്ങൾ തന്നെയാണ്. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ.